ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ആസ് എ ക്ലേ ആർട്ടിസ്റ്റ് ഞാൻ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അതിന് മുൻപ് ഞാൻ എന്നെ ചെറിയ രീതിയിൽ പരിചയപ്പെടുത്താം. ഞാൻ ഈ യൂട്യൂബ് ലോകത്ത് തന്നെ ഒരു ന്യൂ കമ്മറാണ് കേട്ടോ. പ്ലസ് ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറും. ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ പോരായ്മകളൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യടോ. ഇനി കമ്മിങ് ബാക്ക് ടു ദ വീഡിയോ. ഈ കാണുന്ന ടൂൾസ് ഉണ്ടല്ലോ, ഈ ടൂൾസ് ആണ് കേട്ടോ ഞാൻ കൂടുതലും ക്ലേ മോഡലിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഈ ടൂൾസൊക്കെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈനിലായിക്കോട്ടെ, ഇതൊക്കെ ഈസിലി ആൻഡ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഈ സ്ക്രബ് ചെയ്ത എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇനി ഇത് എന്ത് തരം മെറ്റീരിയൽ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണേന്നുള്ളത്. ഇത് പ്യോർലി ഹാൻഡ് മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. കോപ്പോസ്റ്റിൻ ക്ലേ എന്ന് പറയും കേട്ടോ. ക്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ക്ലേ ബേസിക്കലി വൈറ്റ് കളറിലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ പല മീഡിയം ഓഫ് കളർ മിക്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിനെ കളേർഡ് ക്ലേ ആക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് കേട്ടോ. ഇതിന് ആക്രിലിക് റോളറും അതിൻ്റെ തന്നെ ഷീറ്റാണിത്. ഇതൊരു സെറ്റായിട്ടാണ് കേട്ടോ കിട്ടുക. നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ക്യാരക്ടേഴ്സിന് ഐസ് കൊടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. ഇത് 4mm to 8mm വരെ പല സൈസിൽ നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടും. പിന്നെ ഇതാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ക്ലേയിനെ നമുക്ക് കളേർഡ് ക്ലേ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കളർ മിക്സ് ചെയ്യുന്നു. ഇത് സോഫ്റ്റ് പേസ്റ്റൽസ്. ഇത് വന്നിട്ട് ഗോഷ് പെയിൻ്റാണ് കേട്ടോ. ഇത് ക്യാമലിൻ്റെ തന്നെ ഒരു 12 കളേഴ്സിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പിന്നെ ആക്രിലിക് പെയിൻറ്റ്. ഒരു ക്ലേ ആർട്ടിസ്റ്റിന് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് കേട്ടോ ഇത് 3 വെയിങ് മെഷീനും ഒരു പേന, ഒരു ബുക്ക്. നമ്മൾ ഈ ചാംസൊക്കെ സിമിലറായിട്ട് നമുക്ക് ഒരു ബാച്ചായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെയിങ് മെഷീൻ മസ്റ്റായിട്ട് വേണം. നമ്മൾ ഓരോ പീസ് ബൈ പീസ് നമ്മൾ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ബുക്കിൽ നോട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ബാച്ചായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചാംസൊക്കെ യുണീക്കായിട്ടും സിമിലറായിട്ടും ഇരിക്കുക. ഇനി കാണിക്കാൻ പോണ ഐറ്റം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇത് സിൽക്കൺ മോൾഡ് എന്ന് പറയട്ടോ. ഇത് വന്നിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ നിന്നാട്ടോ വാങ്ങിക്കണേ. പിന്നെ ചിലതൊക്കെ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ക്ലേ കട്ടേഴ്സ്. ഈ 2 സാധനവും നമ്മളതിനെ ഈ ക്ലേ മോഡലിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ബാച്ചായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേഗം കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റും. പിന്നെ എസ്തെറ്റിക് ആയിട്ടുള്ള ഇതുപോലെ പേപ്പർ കട്ടേഴ്സ് കേട്ടോ. ഇതും നമുക്ക് ക്ലേയിലായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. സീ യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.